ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് 6 പുതിയ വൈൽഡ് കാർഡുകളിൽ 3 പേർ വീട്ടിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു. ബിഗ് ബോസിലെ നിലവിലെ മത്സരാർത്ഥികളെക്കുറിച്ച് പുതിയതായി എത്തിയവർ ഓരോരുത്തരും അഭിപ്രായം തുറന്ന് പറയുകയാണ് എന്നാണ് വ്യക്തമാകുന്നത്. ലൈവിൽ ഇപ്പോൾ അതൊക്കെയാണ് നടക്കുന്നത്. പുറത്ത് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ എന്താണെന്ന് ഷോയിലെ മത്സരാർത്ഥികൾ മനസ്സിലാക്കുന്നു എന്നതിനാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ മത്സരം പൊടിപാറും. മാത്രമല്ല, വീട്ടിലുള്ളവർക്ക് സ്വയം തിരുത്താനുള്ള അവസരവുമാണിത്. എന്നാൽ മാറാൻ തയ്യാറാകാത്ത മത്സരാർത്ഥികൾക്ക് ഷോയിലെ നിലനിൽപ്പ് അനിശ്ചിത കാലത്തിലായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. ഉളുപ്പുണ്ടോ ജാസ്മിനെ എന്നാണ് അഭിഷേക് ശ്രീകുമാർ ചോദിക്കുന്നതായി വ്യക്തമാകുന്നത്. ജിൻഡോ ചേട്ട കള്ളനെന്ന് ഞാൻ വിളിക്കുന്നില്ല എന്ന് പൂജാ കൃഷ്ണ വ്യക്തമാക്കുന്നതായി വീഡിയോയിൽ കാണാം. മുടിയൻ ചേട്ടൻ എന്ന് ഇവിടെ പറഞ്ഞാൽ അൽസിബ കൊടുക്കുന്ന ഒരു പാവയാണെന്ന് ഷോയിൽ വ്യക്തമാകുന്നു എന്ന് പുതുതായി എത്തിയ നന്ദന പറയുന്നു. ജാൻമണി ഞാൻ എക്കണോമിക് ക്ലാസ്സിലാണ് വന്നതെന്ന് സായി കൃഷ്ണൻ പരിഹസിക്കുന്നു. നോറ യൂസ്ലെസ് കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് തനിക്ക് തോന്നുന്നതെന്ന് അഭിഷേക് ജയദീപ് വ്യക്തമാക്കുന്നു. ഗബ്രി അടിപൊളിയാണ്, പക്ഷേ റിയാലിറ്റി ഷോയിലെ വിന്നർ ഒരാളേ ഉള്ളൂവെന്ന് വീഡിയോയിൽ സിബിനും ചൂണ്ടിക്കാട്ടുന്നു. ബിഗ് ബോസ് മത്സരാർത്ഥികൾ ആകാംക്ഷയോടെയാണ് വൈൽഡ് കാർഡ് എൻട്രിയെ വീട്ടിൽ കാത്തിരുന്നത്. വൈൽഡ് കാർഡ് എൻട്രിയായി എത്തുന്നത് ആരൊക്കെ എന്നതിലായിരുന്നു കൗതുകം. സംഗീതം കേട്ടപ്പോൾ വാതിൽക്കലേക്ക് ഓടി വന്നതും അതിനാലാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ ഇനി എന്തൊക്കെയാകും സംഭവിക്കുക എന്നതിൻ്റെ ആശങ്കയിലാണ് ഓരോ പ്രേക്ഷകരും, അല്ലേ? സീസൺ 6ലെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയും പുതുതായി വന്ന 6 വൈൽഡ് കാർഡുകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ്.